എന്തൊക്കെയാണ് മന്മഥൻ നേതാവേ, ബൈക്കൊന്നും കാണാനില്ലല്ലോ. എന്നാ പറയാനാ സാറേ, ഇലക്ഷൻ അല്ലായിരുന്നു, അത് നിവർക്കാൻ സമയം കിട്ടിയില്ല. അതാണ് പഞ്ചായത്ത് മുഴുവൻ തോറ്റത്. നിങ്ങളൊരു 6 വോട്ടിന് തോറ്റെന്ന് കേട്ടല്ല, നേരാണോ? അതെന്നാന്ന് വെച്ചാ സാറേ, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുത്തൻ തന്നെ അവന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് സ്വതന്ത്രനായിട്ട് കയറി നിന്നേ. അവനൊരു 130 വോട്ട് ഇല്ലാതെ ഞാൻ മുട്ടുപോലെ ജയിച്ചാനെ. എന്താ വന്ന ഉദ്ദേശം? ഞാനേ ആളിനെ ഇങ്ങോട്ട് വിളിക്കാം. സുധേട്ടാ കയറി പോന്നോ. നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഇതാണ് സത്യശീലൻ. ഗാർഹിക പീഡന കേസിലെ പ്രതിയാണ് ഇവൻ. ഓ, ഇവനാണ് ആറാമ്പുറപ്പ്. അതാണല്ലോ ഞാനിവിടെ പോകുന്നത്. ശരി, ഇവനെ കാണാൻ നമ്മൾ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കേനി. ആ കണ്ണോട് വരാം. പെൺകുട്ടികൾ തള്ളാൻ കാരണം അധികാരം വന്നു അല്ലേ സാറേ? അല്ലേ? ഒരു പണിക്കും പോവാണ്ട സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇവനൊക്കെ കല്യാണം കഴിക്കണതേ എളുപ്പവഴി കാച്ചുണ്ടാക്കാനാണ് സാറേ. അതിന് കൂട്ടു നിൽക്കാൻ കുറെ തന്തയും തള്ളേ. എന്റെ പൊന്ന് സാറേ, അതിനാ കുഞ്ഞിനെ ഞാൻ എന്റെ സ്വന്തം മോളായിട്ട് കണ്ടിട്ടുള്ളൂ. അത് പിന്നെ എന്നാന്ന് പറഞ്ഞ ആള് കുഴപ്പക്കാരനൊന്നും അല്ല, അതാ എന്നെ കൂട്ടി വന്നത്. നിങ്ങൾ തോറ്റാളല്ലേ? ഇവിടെ മാറിക്ക്, അവന്റെ കൂമ്പ് ഞാൻ മാറ്റും. അയ്യോ, ഇവിടെ വാ, ഇവിടെ വാ. സൈഡിലൊക്കെ ഒരു ചെരുവ്. എടാ, കല്യാണം കഴിഞ്ഞ് പെണ്ണിന് കിട്ടുന്ന സ്വർണവും പണമൊക്കെ അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ ഭർത്താക്കന്മാർക്ക് അവകാശമില്ല എന്ന കാര്യം എനിക്കറിയടാ. അല്ല, ഈ ഭാര്യമാർക്ക് കിട്ടുന്നതിൽ സാറേ ഭർത്താക്കന്മാർക്ക് അവകാശം ഉണ്ടല്ലോ. എന്ത്? അല്ല, ഭർത്താക്കന്മാർക്ക് അവകാശമില്ലേ? മര്യാദക്ക് നിന്നാ ഉപയോഗിക്കാം സാറേ. ഞാൻ മര്യാദ ഞാൻ പറഞ്ഞോളൂ, കേട്ടാ മതി. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ പെണ്ണിന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയോ? അയ്യോ, അതെനിക്കറിയില്ല സാറേ. അതെന്താണ് എനിക്കറിയാത്തെ? എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല. എനിക്ക് കല്യാണം കഴിക്കാം. ഇവിടെ വരാൻ സാറിലെ പൊക്കോ. കൂമ്പ് ഞാൻ പാട്ടും കേട്ടോ. മൊയ്തേസേന എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പവറിനെ പറ്റി അടുത്ത് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. അത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല സാറേ. ഇല്ല. അതെന്താ വായിക്കാൻ? ഞാൻ പത്രത്തിൽ നോക്കിയിട്ട് കണ്ടില്ല സാറേ. ഓ, കണ്ടാ താൻ വായിക്കായിരുന്നല്ലോ. സാർ, നമ്മുടെ സ്വന്തം ആളാണല്ലോ, അതുകൊണ്ട് അവൻ വായിക്കണ്ടേ? വായിക്കണം. മാറിക്ക്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ എന്തും ചെയ്യാന്നുള്ള ഒരു വിചാരം നിനക്കുണ്ടെങ്കിൽ അത് തെറ്റി. ഇല്ല സാറേ. എടാ പോങ്ങ, സ്ത്രീകൾക്കെതിരെ വീട്ടിൽ നടക്കുന്ന ഏതൊരു പീഡനത്തിനെതിരെയും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005 പാസ്സാക്കിയത്. അതറിയോ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. അതിനാ മോക്ക് ഞങ്ങൾ അവിടെ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ ഇനിയുണ്ട്. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ ഞാൻ ഇവനെ ലോക്കപ്പിൽ ഇട്ടിട്ട് പഠിപ്പിക്കാം. സത്യശീല, സാറൊന്നും ചെയ്യാല. ആര് പറഞ്ഞു? മേളിന്ന് പറഞ്ഞു. ആര്? പടച്ചോൻ വരാനോ? അല്ല, അതല്ല, തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞായിരുന്നേ. ആര് പറഞ്ഞിട്ട് കാര്യമില്ല മന്മഥ. ഇവനൊക്കെ കുറച്ചു കാലം അകത്ത് കിടന്നാലേ ഇവനൊക്കെ പഠിക്കും. പഠിപ്പിക്കണം. ഹലോ, ഉണ്ട് സാറേ, കൊടുക്കാം. സാറിനുള്ള കോളാണ്. സാറ് സംസാരിക്കും. ഹലോ സാർ. ഓക്കെ സാർ, ചെയ്തോളാം സാർ. ഓക്കെ. എന്തിനാ മന്മഥ സാറിനൊക്കെ വിളിച്ചത്? ഞാൻ വിളിക്കാണ്ട് കാര്യം നോക്കാൻ പോയി സാറ് സമ്മതിക്കല്ലോ. ഒരു കോള് വേസ്റ്റ് ആക്കിയില്ലേ? സത്യശീല, വന്നിരിക്കും. സത്യശീലം വന്നിരിക്കും പ്ലീസ്. വേണ്ടെന്ന്. അല്ല, ഇരിക്കണം പ്ലീസ്. ഇരിക്കണം മോനെ. അല്ല, അച്ഛനിരിക്കട്ടെ. അല്ല, അതെ, സാറുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞങ്ങളുടെ പാർട്ടി ബന്ധമുണ്ട്. ആണോ? പാർട്ടി ബന്ധം എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകന്റെ മകളേനാണ് ഈ സാറിന്റെ പെങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓ, അപ്പൊ അത്ര അടുത്ത് ബന്ധമാണ്. അതെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. സ്വന്തം അനിയനെ പോലെ കണ്ടിട്ട് സാർ അങ്ങോട്ട് കണ്ണറ. അയ്യോ, ക്ഷമിച്ചു ഞാൻ. നേരത്തെ ഒന്നും പറഞ്ഞാല്. അത് സാറേ, ഞങ്ങളുടെ ഈ മന്ത്രിസഭയുടെ കാലാവധി 1 വർഷമുണ്ട്. ഒരു പ്രൊമോഷൻ ലിസ്റ്റ് കൂടെ അതിനുള്ളിൽ വരാനുണ്ട്. എനിക്കറിയാം. സാറിന്റെ കാര്യം ഞാൻ പറയും. പിന്നെ മിനിസ്റ്ററോട് പ്രത്യേകം പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട. ഞാൻ ആ ഫാമിലിയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഒന്നുകൂടി വരേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് പോവാലോ. ഓ, പോവാം. ശരി. ഓ, ശരി. ചായ വേണ്ട, ചായ നിങ്ങൾ കുടിച്ചു.